സ്പെയിനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈദികന്റെ തിരുപ്പട്ടം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. 24-ാം വയസ്സിൽ വൈദികനായ അഭിഷിക്തനായ അന്ന് തന്നെ ഗോൺസാലോ പോർട്ടിലോ റോഡ്രിഗസ് തന്റെ പ്രായമായ മുത്തശ്ശിക്കും മുത്തശ്ശനും രോഗീലേപനം നൽകി. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ആദ്യ ദിനത്തിൽ പ്രായമായ എൻ്റെ മുത്തശ്ശിക്കും മുത്തശ്ശനും രോഗീലേപനം നൽകാൻ അവസരം ലഭിച്ചു. എൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള പാതയിൽ അവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഫാദർ റോഡ്രിഗസ് പറഞ്ഞു. അവശതയിലും തങ്ങളുടെ കൊച്ചുമകന്റെ തിരുപ്പട്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവർ വീൽ ചെയറിൽ എത്തിയിരുന്നു. ഇന്ന് ഞാനൊരു പുരോഹിതനായി അഭിഷിക്തനായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണക്കാർ എൻ്റെ മുത്തശ്ശനായ ജോസ് അന്റോണിയോയും മുത്തശ്ശി മെർച്ചയുമാണെന്നും നവവൈദികൻ വെളിപ്പെടുത്തി. കുഞ്ഞുകുട്ടികൾക്ക് അവരുടെ മുത്തശ്ശന്മാർ ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു നൽകാറുണ്ട്. എന്നാൽ ഫാദർ റോഡ്രിഗസിന് അവർ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള കഥകളായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്. കുഞ്ഞുനാളിൽ ഈ കഥകൾ കേൾക്കുമ്പോൾ ഒരു പുരോഹിതനാകാൻ ആ നാളുകളിൽ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നതായും ഫാദർ റോഡ്രിഗസ് പറഞ്ഞു. തിരുപ്പട്ടത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച സ്പെയിനിലെ കാർട്ടജീന രൂപതാ ബിഷപ്പ് ജോസ് മാനുവലിനെ കുറിച്ചും ഫാദർ റോഡ്രിഗസ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടി. തനിക്ക് 8 വയസ്സുള്ളപ്പോൾ രൂപതയുടെ ചുമതലയേറ്റെടുത്ത ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.